ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ മക്കളെ, പുതിയൊരു പ്രഭാതം കൂടി ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 41 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. ദൈവപരിപാലന എങ്ങനെയായിരിക്കും എന്നുള്ള വ്യക്തമായ ഒരു വചനഭാഗമാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിന്റെ മനസ്സിൽ കമ്പാഷൻ ഉണ്ടെങ്കിൽ, നീ ദരിദ്രനോട് ദയ കാണിക്കുന്നവനാണെങ്കിൽ, പാവപ്പെട്ടവനെയും അഗതികളെയും നീ സഹായിക്കുന്നവനാണെങ്കിൽ, നിനക്ക് എന്തെല്ലാം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്നുള്ള വ്യക്തമായ സൂചന ഈ വചനത്തിലുണ്ട്. നിനക്ക് കഷ്ടകാലം വരുമ്പോൾ ആ കർത്താവ് നിന്നെ സംരക്ഷിക്കും. നിന്റെ ജീവൻ നഷ്ടപ്പെടാതെ എല്ലാ ശത്രുക്കളിൽ നിന്നും അവൻ നിന്നെ പരിപാലിക്കും. നീ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഭൂമിയിൽ നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ എത്ര വലിയ സൈന്യം വന്നാലും ശത്രുക്കൾ വന്നാലും അവരുടെ കയ്യിൽ നിന്നെ അവൻ വിട്ടുകൊടുക്കുകയില്ല. ദൈവനാമത്തിൽ നമ്മൾ ദരിദ്രരോട് ദയ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് കർത്താവ് വചനത്തിലൂടെ കാണിച്ചു തരുന്നത്. പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതം കമ്പാഷനേറ്റ് ആണോ? ഞാൻ ദരിദ്രരോട് ദയ കാണിക്കാറുണ്ട്. എൻ്റെ മുന്നിൽ കൈ നീട്ടുന്നവനോട് ഞാൻ ദയ കാണിക്കാറുണ്ട്. ഒരു നേരത്തെ വിശപ്പിന് വേണ്ടി വലയുന്നവന് ഞാൻ അനുഗ്രഹമാകാറുണ്ട്. എനിക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ ഞാൻ അത് മറ്റുള്ളവർക്ക് വേണ്ടി വീതം വയ്ക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായി കർത്താവ് പറയുന്നത്. അവനെ ശത്രുക്കളുടെ കയ്യിൽ വിട്ടുകൊടുക്കുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അവൻ ഭൂമിയിൽ വീണ്ടും വീണ്ടും അനുഗ്രഹീതനായിക്കൊണ്ടിരിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ തിരുവചനം നിങ്ങൾ ശ്രവിക്കുമ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോഴും നിങ്ങൾ സുവിശേഷ ദൗത്യത്തിൽ ഭാഗഭാഗം ആകുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ ജീവിതം കമ്പാഷനേറ്റ് ആണോ? ഞാൻ മറ്റുള്ളവരോട് ദയ കാണിക്കാറുണ്ടോ? എൻ്റെ അയൽവാസിയോട് ഞാൻ മിണ്ടാറുണ്ടോ? വേദനിക്കുന്നവൻ്റെ കണ്ണുനീര് ഞാൻ ഒപ്പാറുണ്ടോ? അങ്ങനെയുള്ള ഒരു ഹൃദയം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറട്ടെ. കർത്താവ് ഭൂമിയിൽ നിങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.